ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. ഇവിടെ ഞാൻ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഒന്ന് പുറത്തോട്ട് പോകണം. കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങാനുണ്ട്. പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും അങ്ങനെ കുറേ സാധനങ്ങൾ വാങ്ങാനുണ്ട്. പിന്നെ അതിന് മുന്നേ ഒരു കാര്യം പറയാട്ടോ, ഇന്ന് നമ്മുടെ വാവച്ചിക്കുട്ടി ഉണ്ടല്ലോ, പ്ലേ സ്കൂളിൽ പോയാക്കുവാണേ. അപ്പം ഇതിന് മുന്നേ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് പ്ലേ സ്കൂളിൽ. പിന്നെ അതിനുശേഷം പോകാൻ പറ്റില്ല. ഇവിടെ ഭയങ്കര തണുപ്പും മഴയൊക്കെ ആയി. പിന്നെ വാവച്ചിക്ക് പനി വന്നു, അങ്ങനെ പോകാൻ പറ്റില്ല. അത് ഇപ്പം ഒന്ന് രണ്ടാമത്തെ ദിവസം വാവച്ചി പോയേക്കാം കേട്ടോ. അപ്പം വാവച്ചിനോട് ഇനി ചോദിക്കണം, പ്ലേ സ്കൂളിൽ പോയ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പം നമ്മുടെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞാൻ കടയിലെത്തിട്ടോ. വാവച്ചിനെ വിളിക്കുന്നതിന് മുന്നേ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ നോർത്തു. അത് കഴിഞ്ഞിട്ട് വാവച്ചിക്ക് ഒരു സർപ്രൈസ് വാങ്ങണം. വാവച്ചിക്ക് ഇങ്ങനെ സർപ്രൈസ് കൊടുക്കുന്നത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ പറക്കി എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ഞാൻ അവിടെ ഇരിക്കുന്ന ഒരു സോപ്പ് ശ്രദ്ധിച്ചത്, ഹമാം സോപ്പ്. പണ്ട് ചെറുപ്പത്തിൽ ഹമാം സോപ്പ് എപ്പോഴും ഉപയോഗിക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പം നൊസ്റ്റാൾജി ആയിപ്പോയി. അപ്പോൾ ഇതൊന്നും വാങ്ങിക്കാൻ നോർത്തു. അങ്ങനെ അത് പറക്കിയെടുത്തു. പിന്നെ വാവച്ചിക്ക് സർപ്രൈസ് ആകാൻ വേണ്ടിയിട്ട് ഒരു കളറിംഗ് ബുക്കും ക്രയോൺസും വാങ്ങിച്ചു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ബില്ല് ചെയ്തിട്ട് ഇറങ്ങിട്ടോ. ഇനി വേണം വാവച്ചിനെ വിളിക്കാൻ പോകാനായിട്ട്. അപ്പം നമുക്കിനി വാവച്ചിനെ വിളിക്കാൻ പോവാം. അങ്ങനെ വാവച്ചിനെ പ്ലേ സ്കൂളിൽ നിന്ന് നമ്മൾ വിളിച്ചോണ്ട് വരുവാണ് കേട്ടോ. വാവച്ചി നോക്കിക്ക്, ഒരു ഹായ് പറഞ്ഞേ. എങ്ങനെയുണ്ടായിരുന്നു പോയിട്ട്? നല്ലതാണോ? പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു വാവച്ചി? നല്ലതാണോ? നാളെ പോണ്ടാ? അവിടെ പോയിട്ട് എന്താ പഠിച്ചേ? ഒന്നും പഠിച്ചില്ലേ? ഫ്രണ്ട്സ് വന്നായിരുന്നോ? ഫ്രണ്ട്സ് ഉണ്ടായിരുന്നോ? ഫ്രണ്ട്സിനെ കിട്ടിയോ? ആരൊക്കെ? പേരെന്താ? കാവ്യ. പിന്നെ കാവ്യ മാത്രം അറിയുള്ളോ? ഓക്കേ. അപ്പം ഇനി നമുക്ക് പോയി കുളിച്ചാലോ? കുളിക്കാം, ബാ. അങ്ങനെ നമ്മൾ പ്ലേ സ്കൂളിലൊക്കെ പോയിട്ട് തിരിച്ച് വന്ന് ഇത് ഫ്രഷായി വാവച്ചിക്കുമ്പോൾ പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കളറിംഗ് ബുക്ക് വാങ്ങിച്ചില്ലേ, അപ്പോൾ അതെടുത്ത് വാവച്ചിക്ക് കൊടുക്കാം. അപ്പോൾ വാവച്ചിയുടെ റിയാക്ഷൻ നമുക്ക് നോക്കാം. വാവച്ചിക്ക് ഇഷ്ടമാണോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. വാവച്ചി കണ്ണടച്ച്, വാവച്ചി കണ്ണടച്ച്. വാവച്ചി ഇതെന്താ നോക്കിക്കേ, എന്താ അത്? എന്താ സർപ്രൈസാ? ശരി, ഇതെന്ത് ബുക്കാ? വരയ്ക്കാനുള്ളതാണോ? ഇഷ്ടപ്പെട്ടോ? വെൽക്കം വാവച്ചി. ഇനിയിപ്പോൾ പാല് കുടിച്ചേ. ആ പാല് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് കളർ ചെയ്യാം കേട്ടോ. ഹലോ ഹലോ വാവച്ചി. വാവച്ചി അവിടെ തല കുത്തി മറിഞ്ഞ് കളറിയാണല്ലോ. വാവച്ചിക്ക് സർപ്രൈസ് ഒക്കെ കൊടുത്തിട്ട് നടക്കാൻ പോയിട്ടോ. അപ്പോൾ ഇനി മീനിന് ഫുഡ് കൊടുക്കാം നമുക്ക്. ഇവിടെ കുറച്ച് മീനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ഫുഡ് കൊടുക്കട്ടെ. ഇന്ന് പുറത്ത് പോയപ്പം ഒരു ഫേസ് വാഷ് വാങ്ങിച്ചിട്ടോ, നിവ്യയുടെ. അപ്പം ഇത് ഫസ്റ്റ് ടൈമാണ് ഇത് വാങ്ങിച്ച് നോക്കുന്നത്. അപ്പം ഇതൊന്ന് ഉപയോഗിച്ച് നോക്കണം, ഇത് നല്ലതാണോ ഇല്ലയോ എന്ന്. ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് വാഷ് ഇവിടെ കിട്ടിയില്ല. അപ്പം ഇതൊന്ന് നോക്കണം. ഇനി അടുത്തത് ഇതാണ്. അപ്പം ഞാൻ ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് പറയാം ഇത് നല്ലതാണോ ഇല്ലയോ എന്ന്. അപ്പോൾ ഇന്ന് വാവച്ചിക്ക് നമ്മൾ പുതിയ ഇത് വാങ്ങിച്ചു കൊടുത്തില്ലേ, കളർ പെൻസിൽ. അപ്പം അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ കളർ പെൻസിൽ എവിടെ കണ്ണാ? എന്താ കളർ പെൻസിലിൻ്റെ പേപ്പറൊക്കെ നീ പറിച്ചു കളഞ്ഞോ? കളർ പെൻസിൽ എവിടെ? അതിൻ്റെ പേപ്പർ കളഞ്ഞ്, അതിൻ്റെ പുറത്തുള്ള പേപ്പറൊക്കെ. അതിൻ്റെ പേപ്പർ എന്തിനാ കളഞ്ഞേ? പേഴ്സിൽ എടുത്ത് വെക്കാനാ കളഞ്ഞേ?
ഓ അങ്ങനെ. അപ്പം ഇനി വരയ്ക്കാൻ പറ്റുമോ അത്? പറ്റൂല. എന്തായാലും പേപ്പറൊക്കെ പറിച്ച് കളഞ്ഞു. ഇനി പെൻസിലൊക്കെ പേഴ്സിൽ എടുത്ത് വെച്ചിട്ടുണ്ട് വാവച്ചി. ഇതും കീറി കളഞ്ഞിട്ടുണ്ട്. ഓക്കെ, അങ്ങനത്തെ പുതിയ ഫേസ് വാഷൊക്കെ ഉപയോഗിച്ചിട്ടു. അപ്പോൾ ആദ്യത്തെ യൂസിൽ ഫേസ് ഡ്രൈ ഒന്നും ആകുന്നില്ല. ഓക്കെയാണ് പ്രോഡക്റ്റ്. അപ്പം ഇനി നമുക്ക് ഡെയിലി യൂസ് ചെയ്താലേ അറിയാൻ പറ്റുള്ളൂ നല്ലതാണോ, ഫേസിന് എന്തെങ്കിലും പറ്റുമോ എന്നൊക്കെ. അപ്പം ഓക്കെയാണ് ഇതുവരെ. അപ്പം ഇന്നത്തെ വ്ളോഗിൽ വാവച്ചീനെ പ്ലേ സ്കൂളിൽ കൊണ്ടാക്കി തിരിച്ചു കൊണ്ടുവന്നു. വാവച്ചിയുടെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞു. വാവച്ചിക്ക് സർപ്രൈസ് കൊടുത്തു. അപ്പോൾ ഞാൻ ഇന്ന് ചോദിച്ചിട്ടു വാവച്ചിനോട് നാളെ സ്കൂളിൽ പോകുന്നുണ്ടോയെന്ന്, പ്ലേ സ്കൂളിൽ പോകുന്നുണ്ടോയെന്ന്. അപ്പോൾ വാവച്ചി പോകുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അല്ലേ വാവച്ചി? നാളെ പ്ലേ സ്കൂളിൽ പോകുന്നുണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പോൾ നാളെയും വാവച്ചിനെ കൊണ്ടുവരണം. എല്ലാ ദിവസവും വാവച്ചിനെ പ്ലേ സ്കൂളിൽ വിടുന്നില്ല കേട്ടോ, വല്ലപ്പോഴേ വിടുന്നുള്ളൂ. അപ്പോൾ ദുബായിൽ പോകുന്നതിന് മുന്നേ വാവച്ചിനെ ഒന്ന് പ്ലേ സ്കൂളിലൊക്കെ വിട്ട് വാവച്ചിനെ, അതായത് എൻ്റെ അടുത്തുനിന്ന് മാറി നിൽക്കുമോ എന്നറിയാൻ വേണ്ടി നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ്. പക്ഷെ നടന്നു. അപ്പോൾ ഇനി നമ്മളിനി വേറെ സ്കൂളിലൊക്കെ ചേർക്കുമ്പോൾ വാവച്ചി നിൽക്കുമായിരിക്കും. ഇല്ലേ വാവച്ചി? ഇല്ലേ വാവച്ചി? വേറെ സ്കൂളിലൊക്കെ പോകുമ്പം വാവച്ചിക്ക് അറിയത്തില്ലല്ലോ. ഇല്ലയെന്നാ പറഞ്ഞേ. പക്ഷെ ഇന്ന് വാവച്ചിനെ ഞാൻ പ്ലേ സ്കൂളിലൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലിരുന്നപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ബോറടി ആയിരുന്നു കേട്ടോ. അല്ലെങ്കിൽ വാവച്ചി ഇവിടെ ഇരിക്കുമ്പം എനിക്ക് ഒന്നിനും സമയം കിട്ടത്തില്ലായിരുന്നു. പക്ഷേ ഇന്ന് എനിക്ക് കുറേ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് വാവച്ചിനെ മിസ് ചെയ്തു. വാവച്ചി മമ്മേനെ മിസ് ചെയ്താ? മമ്മേനെ മിസ് ചെയ്താ വാവച്ചി? ചെയ്താ? അപ്പോൾ നാളെ പോകുന്നുണ്ടാ? ഉണ്ടോ? നാളെ പോകുന്നുണ്ടെന്നാണ്. ഓക്കെ, പോയിട്ട് വരണേ. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. ഒരു ചെറിയ മിനി വ്ളോഗായിരുന്നേ. അപ്പം നമ്മുടെ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, കമൻറ്റും ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റ.